ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. ഞാൻ റീമ. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇടയ്ക്ക് കുറച്ച് കോൾഡും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നുകൊണ്ടാണ് നമുക്ക് കുറച്ച് ക്ലാസ്സസ് മിസ്സായത്. ഓക്കെ, സോ വെൽക്കം എവ്രി വൺ, വെൽക്കം ടു ദ സെഷൻ. അങ്ങനെ നമ്മുടെ CGL കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ദിശ ഓൺലൈൻ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അതിനകത്ത് കിട്ടും. പിന്നെ ലൈവ് ക്ലാസ്സസ് എല്ലാം അതിലൂടെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിനുശേഷം റെക്കോർഡഡ് സെഷൻസ് ഇതെല്ലാം നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, യെസ്. അതേപോലെ തന്നെ ദിശ അക്കാഡമി ഇപ്പോൾ പുതുതായിട്ട് കൊല്ലത്തും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, തിരുവനന്തപുരം, കൊട്ടാരക്കര, കാലിക്കറ്റ് മാത്രമല്ല, നമുക്ക് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ബ്രാഞ്ച് കൊല്ലത്തും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഡ്മിഷൻസ് എല്ലായിടത്തും നടക്കുന്നുണ്ട്, ജോയിൻ ചെയ്യുക. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് വേ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം അല്ലേ? ആദ്യത്തെ ക്വസ്റ്റ്യൻ, പിന്നെ ഒരു കാര്യം, നിങ്ങളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു റെക്കോർഡ് സെഷൻ ആയിരിക്കും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്യൂ റിമാർക്സ് ദാറ്റ് ഹീ മെയ്ഡ് വർ ഒഫെൻസീവ് ടു മൈ ഡാഡ്. എന്താണ് ആൻസർ? ഫ്യൂ റിമാർക്സ് ദാറ്റ് ഹീ മെയ്ഡ്. ഫ്യൂ, ഈ ഫ്യൂ എന്ന് പറയുന്നത് എന്താ? നെഗറ്റീവ് അല്ലേ? ഫ്യൂ എന്ന് പറയുന്ന നെഗറ്റീവാണ്, അതായത് ഇല്ല എന്നാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞ കുറച്ച് റിമാർക്സ് അത് അച്ഛനെ വേദനിപ്പിച്ചു എന്നാണ് അല്ലേ? അപ്പോൾ ഫ്യൂ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്, ഇല്ല, അതായത് അയാളൊന്നും പറഞ്ഞില്ല എന്നാണ്. അങ്ങനെയാണോ? അല്ല, ഇയാൾ പറഞ്ഞിട്ടുള്ള ചില പരാമർശങ്ങൾ അത് അച്ഛനെ വേദനിപ്പിച്ചു എന്നതാണ്. ഓക്കെ, അപ്പോൾ ഫ്യൂ ഇട്ടാലോ? ഫ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? അത് പോസിറ്റീവ് സെൻസ് ആണ്, കുറച്ച്. അപ്പോൾ ഇയാൾ നടത്തിയ കുറച്ച് റിമാർക്സ് എന്നാണോ, അതോ ദ ഫ്യൂ ആണോ? ദ ഫ്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതും പോസിറ്റീവ് സെൻസ് ആണ്. ഉള്ളത് കുറച്ച് പക്ഷെ മുഴുവനായിട്ട്. ഓക്കെ, ഉള്ളത് കുറച്ച് പക്ഷെ മുഴുവനായിട്ട് എന്നാണ് ദ ഫ്യൂവിൻ്റെ മീനിങ്. അപ്പോൾ ഇതിനകത്ത് ഫ്യൂ എന്താണേലും വരില്ല, കാരണം അയാൾ പരാമർശിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഫ്യൂ റിമാർക്സ് ആണോ ദ ഫ്യൂ റിമാർക്സ് ആണോ? അതായത് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒരു ക്ലൂ കിടപ്പുണ്ട്. ഈ ദാറ്റ്, മനസ്സിലായോ? ദാറ്റ് കാണുമ്പോൾ നമ്മൾ പ്രത്യേകം ഓർക്കണം, ചില സ്പെഷ്യൽ ടേംസ് ഒക്കെ കാണും. ഇപ്പോൾ ദ ഫ്യൂ എന്നോ, അല്ലെങ്കിൽ ദ ലിറ്റിൽ എന്നോ, ദ സെയിം എന്നോ, ദി ഒള്ളി എന്നോ, ഇങ്ങനത്തെ ടേംസ് ഒക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മളവിടെ ഒരേ ഒരു റിലേറ്റീവ് പ്രൊനൗണേ യൂസ് ചെയ്യുള്ളൂ. അതാരാന്നറിയോ? ദാറ്റ്. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോ. ദ ഫ്യൂ, ദ ലിറ്റിൽ, ദ സെയിം, ദി ഒള്ളി, ഇവരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടെയുള്ള റിലേറ്റീവ് പ്രൊനൗൺ ദാറ്റ് ആണ്. അപ്പോൾ തന്നെ ആൻസർ കിട്ടിയില്ലേ? ദ ഫ്യൂ റിമാർക്സ്, അതായത് അയാൾ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്, അതിൽ ചിലത് കുറച്ച് എൻ്റെ അച്ഛനെ വേദനിപ്പിച്ചതാണ്. ഓക്കെ, യെസ്. അപ്പോൾ അയാൾ കുറച്ച് റിമാർക്സ് ആണ്, കുറച്ച് കാര്യങ്ങളാണ് അയാൾ പരാമർശിച്ചിരിക്കുന്നത്. അത് ഏകദേശം മൊത്തം തന്നെ എൻ്റെ അച്ഛനെ വേദനിപ്പിച്ചു എന്നാണ്. അപ്പോൾ കുറച്ചേ ഉള്ളൂ, പക്ഷെ അത് മുഴുവനായിട്ട് എന്നാണ്. അപ്പോൾ ചീത്ത വിളിക്കണമെങ്കിൽ ഒരു 2 ചീത്ത വിളിച്ചാലും ചീത്ത തന്നെയാണല്ലോ അല്ലേ? അപ്പോൾ അവിടെ ദ ഫ്യൂ എന്ന് വരും. ഓക്കെ, സോ ഏത് പാർട്ടിൽ എറർ? പാർട്ട് എയിലാണ് എറർ. ഓക്കെ, അപ്പോൾ ദാറ്റ് എന്നുള്ള റിലേറ്റീവ് പ്രൊനൗൺ കാണുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. ദാറ്റ് എന്നുള്ള റിലേറ്റീവ് പ്രൊനൗൺ കാണുമ്പം എപ്പോഴും ഓർത്തിരിക്കുക, അത് കറക്റ്റായിട്ടാണോ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുക. കറക്റ്റായിട്ടാണോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് നോക്കുക. കാരണം ദ ഫ്യൂ, ദ ലിറ്റിൽ, ദ സെയിം, ദി ഒള്ളി എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കണ്ട, ദാറ്റ് തന്നെ അവിടെ റിലേറ്റീവ് പ്രൊനൗൺ. പിന്നെ ദാറ്റ് വേറെ പലയിടത്തും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ നമുക്ക് ക്ലാസ്സിൽ നമുക്ക് വഴിയേ പതുക്കെ നമുക്ക് കാണാം. അപ്പോൾ CGL ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ദിശയിൽ ജോയിൻ ചെയ്യും. ബോത്ത് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. ഓക്കെ, അടുത്തത്. ഐ ഹാവ് കം ടു നോ ദാറ്റ് ഹിസ് ഫാദർ ഹാസ് ഡൈഡ് 3 days ago. എന്താണ് ആൻസർ? ഐ ഹാവ് കം ടു നോ ദാറ്റ് ഹിസ് ഫാദർ ഹാസ് ഡൈഡ് 3 days ago. ഓക്കെ, നോ എറർ എന്ന് പറഞ്ഞ ഈ പാർട്ട് നമുക്ക് 5ാമത്തെ പാർട്ടില്ല. അത് ബൈ മിസ്റ്റേക്ക് ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ വന്നതാണ്. ഓക്കെ, അപ്പോൾ I have come to know that his father has died 3 days ago. ഓക്കെ, 3 ദിവസം മുന്നേ ആണ് എന്താണ് അച്ഛൻ മരിച്ചതെന്ന് ഞാൻ അറിഞ്ഞത് അല്ലേ? അപ്പോൾ ഞാൻ അറിഞ്ഞു അച്ഛൻ മരിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യം നടന്നത് ഏതാ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ മരിച്ചു അല്ലേ? അപ്പോൾ 2 ആക്ഷൻസ് ഉണ്ട്. അച്ഛൻ മരിച്ചു, ഞാനത് അറിഞ്ഞു. അപ്പോൾ നമുക്ക് 2 പാസ്റ്റ് ആക്ഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യത്തെ പാസ്റ്റ് പെർഫെക്റ്റ് കൊടുക്കണം അല്ലേ? പക്ഷെ ഇവിടെ ഹാവ് കം എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഹാവ് കമ്മും തന്നിട്ടുണ്ട്, ഇപ്പുറത്ത് ഹാസ് ഡൈഡ് എന്നും തന്നിട്ടുണ്ട് അല്ലേ? ഒരിടത്ത് ഹാവ് കം എന്നും മറ്റൊരിടത്ത് ഹാസ് ഡൈഡ്. അപ്പം 2 പാസ്റ്റ് ആക്ഷൻസ് ഉണ്ടെങ്കിൽ ആദ്യം നടന്നത്
പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ രണ്ടും പ്രസൻറ്റ് പെർഫെക്റ്റ് തന്നിരിക്കുന്നതുകൊണ്ട് ഒരു സംശയം. വേറെ വല്ലതും ആണോ എറർ? ഒന്ന് നോക്കിയിട്ട് പറയോ. 3 days ago. ഹിസ് ഫാദർ ഹാസ് ഡൈഡ് 3 days ago. അപ്പോൾ എന്തായിരിക്കും? ഇവിടെ എന്താണെന്നറിയോ, സത്യം പറഞ്ഞാൽ ഒന്ന് 3 days ago. ഓക്കെ, ഇതിപ്പോൾ യെസ്റ്റർഡേ ആണെങ്കിലും ലാസ്റ്റ് ഡേ ആണെങ്കിലും 3 days ബിഫോർ ആണെങ്കിലും ലാസ്റ്റ് വീക്ക് ആണെങ്കിലും നമ്മൾ എന്ത് യൂസ് ചെയ്യണം? സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യണം. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. കാരണം 3 days ago അല്ലെങ്കിൽ യെസ്റ്റർഡേ, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് വീക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുക. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡൈഡ് എന്ന് വരും. ഓക്കെ, അപ്പോൾ 3 ദിവസം മുന്നേ അച്ഛൻ മരിച്ചു. അത് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, ഞാൻ അതിപ്പോഴാണ് അറിഞ്ഞത്. ആ ഒരു സെൻസിലാണ് ഐ ഹവ് കം ടു നോ ദാറ്റ് ഹിസ് ഫാദർ ഡൈഡ് 3 days ago. അപ്പോൾ എറർ എന്ന് പറയുന്നത് ഏത് പാർട്ടിലാണ്? സി പാർട്ടിലാണ് എറർ. സി ആണ് ആൻസർ. ഇനി ഇത് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കൊടുക്കണമെങ്കിൽ എങ്ങനെ വരുമെന്നറിയോ? പാസ്റ്റ് പെർഫെക്റ്റ് കൊടുക്കണമെങ്കിൽ എങ്ങനെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നടന്നത് ഏതാ? അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചതാണ് ആദ്യം. അത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെയായിരുന്നെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നേനെ. അതായത് ഐ കെയിം ടു നോ ദാറ്റ് ഹിസ് ഫാദർ ഹാഡ് ഡൈഡ് എന്ന് വന്നേനെ. ഹാഡ് ഡൈഡ് 3 days ago എന്ന് വന്നേനെ. കേട്ടോ, ഇപ്പോൾ നോക്കിയേ, 2 പാസ്റ്റ് ആക്ഷൻസ് ഉണ്ട്. മരിച്ചു, അതേപോലെ അത് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ലേറ്റ് ആയിട്ടാണ് ഞാനത് അറിഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ദിവസം 3 ദിവസം മുന്നേ മരിച്ചു, പക്ഷെ ഞാനത് ഇപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ രണ്ടും കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. അപ്പോൾ രണ്ടും കഴിഞ്ഞു പോയ കാര്യങ്ങളാണെങ്കിൽ അതിലാദ്യം നടക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ മരിച്ചു എന്നുള്ളതല്ല ആദ്യം, അതാണ് അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ അവിടെ 2 പാസ്റ്റ് ആക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്ത് എന്താണെങ്കിലും എറർ സ്പോട്ടിംഗ് ആയതുകൊണ്ട് 2 എറേഴ്സ് വരാൻ ചാൻസ് ഇല്ലല്ലോ. പക്ഷേ ചിലപ്പോൾ വല്ല എന്തെങ്കിലും ഓപ്ഷൻസിൽ ബോത്ത് എ ആൻഡ് സി അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമുക്കിതിനെ ഈ ഒരു ഫോമിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പോൾ തൽക്കാലം ഇത്രയേ ഉള്ളൂ. 3 ദിവസം മുന്നേ മരിച്ചു. അപ്പോൾ നമുക്ക് സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളവിടെ ഡൈഡ് എന്ന് കൊടുത്തു. ഇനി അത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്, ഇന്ന് രാവിലെ ഞാൻ അറിഞ്ഞത്, ആ ഒരു സെൻസിലാണ്. ഓക്കെ, യെസ്. അപ്പോൾ എറർ സി പാർട്ടിലാണേ. ഓക്കെ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓഡിബിൾ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അതാണ് ഇടയ്ക്കൊന്ന് നോക്കുന്നത്. സൗണ്ടൊക്കെ ഇല്ലേ, കാരണം റെക്കോർഡ് സെഷനും കൂടെ ആയതുകൊണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ഹൈ ടൈം യു ആർ സ്റ്റാർട്ടിംഗ് ദിസ് ബിസിനസ്, സെഡ് അമ്മ ടു മഹി. ഓക്കെ, ഇറ്റ് ഈസ് ഹൈ ടൈം യു ആർ സ്റ്റാർട്ടിംഗ് ദിസ് ബിസിനസ്, സെഡ് അമ്മ ടു മഹി. ഒരു ഡയറക്റ്റ് സ്പീച്ചിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇവിടെ എറർ സ്പോട്ടിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. എറർ എന്തെങ്കിലും ഉണ്ടോ, അല്ലാണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ എന്ത് വരും? ഇവിടെ നമുക്ക് ഈ ഫ്രേസാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഈ ഫ്രേസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ഈ ഒരു ഫ്രേസ് എന്താ? ഇറ്റ് ഈസ് ഹൈ ടൈം. ഇറ്റ് ഈസ് ഹൈ ടൈം. ഓഡിബിൾ ആണല്ലോ അല്ലേ? ഇടയ്ക്ക് കുറച്ച് കിച്ച് കിച്ച് ഉണ്ട്, പ്ലീസ് എക്സ്ക്യൂസ്. അപ്പോൾ ഇറ്റ് ഈസ് ടൈം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഹൈ ടൈം, ഓർ ഇറ്റ് ഈസ് peak time. Okay, it is time, it is high time, it is peak time. ഇതിൽ ഏത് വന്നു കഴിഞ്ഞാലും it is time, it is high time, it is peak time. ഇതിൽ ഏത് വന്നു കഴിഞ്ഞാലും നമ്മൾ കൂടെയുള്ളത് ആരാണെന്ന് നോക്കുക. ഇറ്റ് ഈസ് ടൈം, സമയം അതിക്രമിച്ചു എന്നുള്ളൊരു മീനിങ്ങിൽ. ഇറ്റ് ഈസ് ഹൈ ടൈം, സമയം അതിക്രമിച്ചു, ഇനി നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയില്ലേ എന്നൊരു സെൻസ്. അപ്പോൾ ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് പീക്ക് ടൈം. ഇതിൽ ആര് വന്നു കഴിഞ്ഞാലും കൂടെ ആരാന്ന് നോക്കുക. ഇവിടെ എന്താ കൂടെ തന്നിരിക്കുന്നത്? യു. യു എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് ആണ് തരുന്നതെങ്കിൽ അവിടെ പാസ്റ്റ് ഫോം ഓഫ് വെർബ് യൂസ് ചെയ്യുക. സബ്ജക്റ്റ് ആണ് തരുന്നതെങ്കിൽ അവിടെ പാസ്റ്റ് ഫോം ഓഫ് വെർബ് യൂസ് ചെയ്യാം. ഒരു ഓപ്ഷൻ കൂടെയുണ്ട്. ചില സമയത്ത് അവർ ടു തരും. ടു ആണെങ്കിൽ നമുക്കറിയാം എപ്പോഴും പ്രസൻറ്റ് ഫോം ഓഫ് വെർബ്. ടു സിങ്, ടു ഡാൻസ്, അങ്ങനെ. ഇറ്റ് ഈസ് ടൈം ടു സ്റ്റഡി, ഇറ്റ് ഈസ് ഹൈ ടൈം ടു സ്റ്റഡി, ഇറ്റ് ഈസ് പീക്ക് ടൈം ടു സ്റ്റഡി. സമയം അതിക്രമിച്ചു, നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു, എത്രയും പെട്ടെന്ന് പഠിക്കുക, അല്ലേ? യെസ്. ഇനി അവിടെ സബ്ജക്റ്റ് ആണ് ഉള്ളതെങ്കിൽ പാസ്റ്റ് ഫോം ഓഫ് വെർബ് യൂസ് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ സബ്ജക്റ്റ് അല്ലേ തന്നിരിക്കുന്നത്? യു. അപ്പോൾ ഇറ്റ് ഈസ് ഹൈ ടൈം യു സ്റ്റാർട്ടഡ് ദിസ് ബിസിനസ്. അയ്യോ, സമയം അതിക്രമിച്ചു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ സബ്ജക്റ്റ് വരുവാണെങ്കിൽ കൂടെയുള്ള വെർബ് പാസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഈ V2 എന്ന് പറയുന്നത് പാസ്റ്റ് ഫോം ഓഫ് വെർബ് ആൻഡ് V1 എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോം ഓഫ് വെർബ്. ക്ലിയർ?
It is high time you started this business. It's high time he started this business. It is high time we started this business. It is high time I started this business. അപ്പോൾ ഏത് സബ്ജക്റ്റ് വന്നാലും വേർബ് എന്താണെങ്കിലും പാസ്റ്റ് ആയിരിക്കണം. ഇനി ടു ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് ഇസ് ഹൈ ടൈം ടു സ്റ്റാർട്ട് ദ ബിസിനസ്. ഇറ്റ് ഇസ് ഹൈ ടൈം ടു സ്റ്റാർട്ട് ദിസ് ബിസിനസ്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നോട്ട് ചെയ്ത് വെക്കുക. ഇറ്റ് ഇസ് ടൈം, ഇറ്റ് ഇസ് ഹൈ ടൈം, ഇറ്റ് ഇസ് സ്പീക്ക് ടൈം എന്നൊക്കെ ഫ്രേസസ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണോ കൂടെ തന്നിരിക്കുന്നത് നോക്കുക, അതിനനുസരിച്ചുള്ള വേർബ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എവിടെ എറർ? ബി പാർട്ടിലാണ് എറർ. വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When I'll cross 50, my wife will cross 45. 5 വർഷത്തിൻ്റെ ഏജ് ഡിഫറൻസ് ആട്ടോ അവർ തമ്മിൽ. ഓക്കെ, ഞാൻ 50 കടക്കുമ്പോൾ, അതായത് 50 വയസ്സാകുമ്പോൾ എൻ്റെ വൈഫ് 45 ആകും. എന്തെങ്കിലും എറർ ഉണ്ടോ? ഇതിപ്പോൾ ലൈവ് സെഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ കറക്റ്റായിട്ട് ചോദിച്ച് നിങ്ങൾക്ക് ടപ്പേന്ന് ആൻസർ പെട്ടെന്ന് കിട്ടിയേനെ. അപ്പോൾ ഇതിപ്പോൾ ലൈവ് അല്ല, റെക്കോർഡഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്ത് ചോദിക്കുക, ഞാൻ ഹെൽപ്പ് ചെയ്ത് തരുന്നതാണ്. അതേപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. വെൻ ഐ വിൽ ക്രോസ് 50, അതായത് ഒരു കണ്ടീഷൻ പറയാം, ഞാൻ 50 വയസ്സാകുമ്പോൾ കണ്ടീഷൻ. അപ്പോൾ കണ്ടീഷൻ പറയുന്ന സമയത്ത് നമ്മൾ വിൽ ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല. നമ്മൾ കണ്ടീഷൻ പറയാം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു പെർഫോം വെൽ or if you study well. if you will study എന്ന് പറയേണ്ട ആവശ്യമില്ല. if you study well എന്ന് പറഞ്ഞാൽ മതി, അല്ലാണ്ട് if you will study എന്ന് പറയണ്ട. if you study well അങ്ങനെ പറഞ്ഞത്, if you will വേണ്ട. if you study well, ബാക്കി I'll give you an ice cream എന്നൊക്കെ വേണേൽ പറയാം. അതേപോലെ തന്നെ ഈ when I cross 50, 50 വയസ്സാകുമ്പോൾ, അപ്പോൾ അതൊരു കണ്ടീഷനാണ്. ഞാൻ 50 വയസ്സാകുമ്പോൾ എൻ്റെ ഭാര്യ 45 ആകും. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോൾ കണ്ടീഷൻ പറയുന്നോ ആ സമയത്ത് നമ്മൾ ഈ വില്ലോ ഷാലോ വുഡോ ഷുഡോ അതൊന്നും കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ എറർ ഏത് പാർട്ടിലാണ്? പാർട്ട് എ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്ന CGL ഇനി അധികം എന്താ പറയുക, നമുക്കൊരു പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. മെയ് ലാസ്റ്റ് ജൂണോടുകൂടി നമുക്ക് നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ മാക്സിമം റിവൈസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ആപ്പിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതെല്ലാം പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമ്മുടെ ഓഫ്ലൈൻ ബാച്ചോ അല്ലെങ്കിൽ ഓൺലൈൻ ബാച്ചോ നിങ്ങൾ പർച്ചേസ് ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിച്ചു പോവുക. അതല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് പ്രോപ്പറായിട്ട് കണ്ടു തുടങ്ങുക. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. നമുക്കിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്നൊരു റിവിഷൻ പോലെ ചെയ്യുന്നതേ ഉള്ളൂ. The secret of his good health lies in the fact that he is getting up early and goes to bed early. Okay, so what is the secret of his good health? അയാളുടെ ഗുഡ് ഹെൽത്തിൻ്റെ സീക്രട്ട് എന്താണ്? he is getting up early, രാവിലെ നേരത്തെ എണീക്കും, and goes to bed early, അല്ലേ? അപ്പോൾ രാവിലെ നേരത്തെ എണീക്കും, രാത്രി നേരത്തെ കിടക്കും. സത്യം പറഞ്ഞാൽ അത് നല്ലൊരു ഹെൽത്തി ഹാബിറ്റാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ എത്ര പേരത് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ബട്ട് ഇറ്റ്സ് എ വെരി ഗുഡ് ഹാബിറ്റ്. നല്ലൊരു ഹാബിറ്റാണ് രാവിലെ നേരത്തെ എണീക്കുക, രാത്രി നേരത്തെ കിടക്കുക എന്നുള്ളത്. നമുക്ക് ആ ഒരു സിസ്റ്റമാറ്റിക് റുട്ടീൻ കിട്ടും. അതുമല്ല, ഈ രാവിലെയൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം കിട്ടും. അത് ഭയങ്കര ഒരു പോസിറ്റീവാണ്. ഒത്തിരി സമയം കിട്ടും. നമ്മൾ മറ്റേത് ലേറ്റായിട്ട് പോകും എല്ലാത്തിലും, പെൻഡിങ്. അപ്പോൾ കഴിയുന്നത്ര രാവിലെ നേരത്തെ എണീക്കുക ആൻഡ് ഗോ ടു ബെഡ് ഏർലി. അപ്പോൾ എന്താ ഇവിടുത്തെ എറർ എന്താണ്? The secret of his good health lies in the fact that he is getting up early. ഇയാളുടെ സീക്രട്ട് എന്ന് പറയുന്നത് ഇതാണ്, നേരത്തെ എണീക്കുക, അല്ലേ? അപ്പോൾ അതൊരു ഹാബിറ്റാണ്. ആ ആള് റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു കാര്യം, അതൊരു ഹാബിറ്റാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹാബിറ്റ് വരുമ്പം നമ്മൾ യൂസ് ചെയ്യേണ്ട ടെൻസ് സിമ്പിൾ പ്രസൻറ്റ്. ഓക്കെ, ഹാബിറ്റ് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ടെൻസ് സിമ്പിൾ പ്രസൻറ്റ്. അപ്പോൾ ഹീ ഈസ് ഗെറ്റിംഗ് അപ്പ് എന്നല്ല, ഹീ ഗെറ്റ്സ് അപ്പ് ഏർലി. ഹി ഗെറ്റ്സ് അപ്പ് ഏർലി എന്ന് വരണം. ഹി ഗെറ്റ്സ് അപ്പ് ഏർലി എന്ന് വരണം. ഹീ ഈസ് ഗെറ്റിംഗ് അപ്പ് അല്ല. മനസ്സിലായോ? ഹി ഗെറ്റ്സ് അപ്പ് ഏർലി. ഇപ്പുറത്ത് നോക്കിക്കേ, സെക്കൻഡ് ഹാഫിൽ ആൻഡ് ഗോസ് ടു ബെഡ്, അവിടെ സിമ്പിൾ പ്രസൻറ്റാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആലോചിച്ചാൽ മതി. ഇത് ഇയാളുടെ ഗുഡ് ഹെൽത്തിൻ്റെ സീക്രട്ടാണ്. അപ്പോൾ അത് സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യമാണ്. അതൊരു റുട്ടീനാണ്, റെഗുലർ റുട്ടീനാണ്, ഹാബിറ്റാണ്. ഹാബിറ്റ് വന്നു കഴിഞ്ഞാൽ ടെൻസ് എപ്പോഴും സിമ്പിൾ പ്രസൻറ്റ് കൊടുക്കുക. ടെൻസ് എപ്പോഴും സിമ്പിൾ പ്രസൻറ്റ്. അപ്പോൾ ഗെറ്റിംഗ് അല്ല, ഹീ ഈസ് ഗെറ്റിംഗ് അല്ല, പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ല. ഇപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് ഞാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഐ എം ടീച്ചിങ്, അല്ലേ? യു ആർ ലിസ്ണിംഗ് ടു ദ ക്ലാസ്. ഇപ്പോൾ നടക്കുന്നതാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് റെഗുലറായിട്ട് ചെയ്യുന്നതുകൊണ്ട് സിമ്പിൾ പ്രസൻറ്റ് കൊടുക്കുക. ഹി ഗെറ്റ്സ് അപ്പ് ഏർലി. ഇനി വേറൊരു രീതിയിൽ വേണേൽ കണ്ടുപിടിക്കുക കേട്ടോ. അതായത് ഇവിടെ ആൻഡ് കിടപ്പുണ്ടല്ലോ. രണ്ടാമത്തെ മെത്തേഡ് ഞാൻ പറയാം. അപ്പോൾ ഒന്നെങ്കിൽ ഈ ഹാബിറ്റാണെന്ന് മനസ്സിലായവർക്ക്
പ്രസന്റ് ടെൻസ് ആണല്ലോ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. അതല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആൻഡ് കിടപ്പുണ്ട്. ഈ ആൻഡ് കാണുമ്പോൾ നമ്മൾ എപ്പോഴും ഒരേപോലത്തെ സാധനങ്ങളാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരേപോലത്തെ സാധനങ്ങളാണ് ആൻഡ് വെച്ച് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഹാഫിൽ ഗോസ് തന്നിട്ടുണ്ട്, മറ്റേ ഹാഫിൽ ഈസ് ഗെറ്റിംഗ് അപ്പ് അതും തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഒരു കൺഫ്യൂഷൻ വരുമായിരിക്കും, എന്നാൽ പിന്നെ ഇപ്പുറത്തോട്ടും ഈസ് ഗോയിങ് എന്നാക്കി കൂടെ അല്ലേ? അങ്ങനെയല്ല, അപ്പോൾ ഒരേ ഫോമിലോട്ട് മാറ്റണം. അപ്പോൾ അതിൽ ഏത് ഫോം മാറ്റണം എന്ന് ചിന്തിക്കുമ്പോൾ ഹാബിറ്റ് തന്നെ ആയതുകൊണ്ട് സിമ്പിൾ പ്രസൻറ്റ് തന്നെ വേണം. അതുകൊണ്ട് ഗെറ്റ്സ് തന്നെ ആക്കി. ഓക്കെ, മിസ് പറഞ്ഞ ആൻഡ് വരുമ്പോഴത്തേക്ക് ഒരേ ഫോം വേണം എന്ന് പറഞ്ഞുകൊണ്ട് സെക്കൻഡ് ഹാഫിൽ കൊണ്ട് ഈസ് ഗോയിങ് എന്ന് കൊടുക്കരുത് കേട്ടോ. ഹാബിറ്റ് ആയതുകൊണ്ട് എന്താണല്ലോ സിമ്പിൾ പ്രസൻറ്റേ വരുവുള്ളൂ. ഓക്കെ, ഞാൻ അതും ഉണ്ട് എന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ എറർ ഏത് പാട്ടിലാണ്? സി പാട്ടിലാണ്. ഓക്കെ, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുക. പിന്നീട് നമുക്ക് ഈ ലൈക്ക് വീഡിയോസ് മാത്രമായിട്ട് പിന്നെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, പാകിസ്ഥാൻസ് പ്രോബ്ലംസ് ആർ ഓൾസോ ആസ് സീരിയസ് ആസ് ഇന്ത്യ. പാകിസ്ഥാൻ്റെ പ്രശ്നവും അല്ലേ, നമ്മൾ എന്തിനാണ് ഇവിടെ പാകിസ്ഥാനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ആയിപ്പോയി അല്ലേ? ഓക്കെ, ഓക്കെ, പാകിസ്ഥാൻസ് പ്രോബ്ലംസ് ആർ ഓൾസോ ആസ് സീരിയസ് ആസ് ഇന്ത്യ. പാകിസ്ഥാൻ്റെ പ്രോബ്ലം ഇന്ത്യയുടെ ഇന്ത്യയുടെ പ്രോബ്ലം എന്ന പോലെ തന്നെ ഭയങ്കര സീരിയസ് ആണ് എന്നാണ്. ഓക്കെ, അപ്പോൾ പാകിസ്ഥാൻ്റെ പ്രോബ്ലം അത് ഓക്കെ അല്ലേ? പാകിസ്ഥാൻസ് പ്രോബ്ലംസ് പ്രശ്നങ്ങളാണ്. ഓക്കെ, പാകിസ്ഥാൻസ് പ്രോബ്ലംസ് ആർ ഓൾസോ ആസ് സീരിയസ് ആസ് എന്ന് പറയാമല്ലോ. ആസ് ബിഗ് ആസ് ടോൾ ആസ് സീരിയസ് ആസ് അത് നമുക്ക് പറയാം. ആസിൻ്റെ കൂടെ അങ്ങനെ ഒരു കോമ്പിനേഷൻ നമുക്ക് പറ്റും, അത് കുഴപ്പമില്ല. ആസ് ഇന്ത്യാസ്, അതായത് പാകിസ്ഥാൻ്റെ പ്രോബ്ലവും ഇന്ത്യയുടെ പ്രോബ്ലവും അല്ലേ കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും രണ്ടും ഏകദേശം ഒരേപോലെ സീരിയസ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ പ്രോബ്ലംസ് എന്ന ഇന്ത്യ അതില്ലല്ലോ. ആസ് സീരിയസ് ആസ് ഇന്ത്യാസ് എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ അത് ഇന്ത്യയുടെ പ്രോബ്ലം എന്ന് മനസ്സിലായിക്കോളും കേട്ടോ. യെസ്, അപ്പോൾ പാകിസ്ഥാൻസ് പ്രോബ്ലംസ് ആർ ഓൾസോ ആസ് സീരിയസ് ആസ് ഇന്ത്യാസ് അങ്ങനെ വരും. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇന്ത്യ ഏത് പാട്ടിലേറെ? ഡി പാട്ടിലാണ്. ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്തത് എന്താ ആൻസർ? വെൻ ഐ റീച്ച്ഡ് അറ്റ് ദ ഗേറ്റ് ഓഫ് ഹിസ് ഹൗസ് ഐ ഫൗണ്ട് ഹിസ് ലോക്കിംഗ് അപ്പ് ദ ഗേറ്റ്. ഓക്കെ, പറയൂ എന്താണ് ആൻസർ? വെൻ ഐ റീച്ച്ഡ് അറ്റ് ദ ഗേറ്റ് ഓഫ് ഹിസ് ഹൗസ്, ഞാൻ അവൻ്റെ വീട്ടിലെ ഗേറ്റിൽ എത്തിയപ്പോൾ ഐ ഫൗണ്ട് ഹിസ് ലോക്കിംഗ് ഇല്ല. ഐ ഫൗണ്ട് ഹിസ് ലോക്കിംഗ് ആണോ ഐ ഫൗണ്ട് ഹിം ലോക്കിംഗ് ആണോ? ഒരു സംശയമാണ് അല്ലേ? ഐ ഫൗണ്ട് ഹിം ലോക്കിംഗ് ആണോ ഐ ഫൗണ്ട് ഹിസ് ലോക്കിംഗ് ആണോ? ഹിസ് ലോക്കിംഗ് അവൻ്റെ ലോക്കിംഗോ അതോ ഐ ഫൗണ്ട് ഹിം ലോക്കിംഗ് അപ്പ് ദ ഗേറ്റ് എന്നല്ലേ? ഐ ഫൗണ്ട് ഹിം ലോക്കിംഗ് എന്താ അവിടെ വരേണ്ടത്? ഐ ഫൗണ്ട് ഹിസ് തന്നെയാണ്, ഹിം അല്ല. ഇവിടെ പലരും സീല് എറർ ഇടാൻ ചാൻസ് ഉണ്ട്. സീല് എറർ കാണിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ അല്ല, ഇവിടെ നോ എററാണ്. നോ എററാണ്. എന്നാ നോ എറർ വരാൻ കാരണം? എന്തുകൊണ്ടാണ് അവിടെ നോ എറർ വരാൻ കാരണം? അതായത് നമുക്കൊരു സംഭവം ഉണ്ട്. അതായത് നമുക്ക് ഈ പറയുന്ന ഒരു ജെറണ്ട് കാണുവാണെങ്കിൽ, ഈ ലോക്കിംഗ് എന്ന് പറയുന്നത് വെർബിൻ്റെ കൂടെ ING ഫോമാണ് എന്ന് പറഞ്ഞാൽ അതൊരു ജെറണ്ടാണ്. ഈ ജെറണ്ടിന് മുൻപേ ഉണ്ടല്ലോ എപ്പോഴും നമ്മൾ ഒബ്ജക്റ്റീവ് കേസ് ഓഫ് പ്രൊനൗൺ അല്ല പൊസസീവ് കേസ് ഓഫ് പ്രൊനൗൺ യൂസ് ചെയ്യണം. പൊസസീവ് കേസ് ഓഫ് പ്രൊനൗൺ. ഓക്കെ, ജെറണ്ടിന് മുന്നേ എപ്പോഴും പൊസസീവ് കേസ് ഓഫ് പ്രൊനൗൺ യൂസ് ചെയ്യണം. എന്താ? ദ ടീച്ചർ ഓൾവേസ് കോൾസ് അറ്റ് ഹിസ് ബീയിങ് ലേറ്റ്.
ഹിസ് ബീയിങ് ലേറ്റ്. ദ ടീച്ചർ ഓൾവേസ് സ്കോൾസ് അറ്റ് ഹിസ് ബീയിങ് ലേറ്റ്. ആ ബീയിങ് കണ്ടോ, ജെറണ്ട. അപ്പോൾ അവൻ്റെ ലേറ്റ് ആയിട്ടുള്ള വരവ്, അതിലെപ്പോഴും ടീച്ചർ അവനെ വഴക്ക് പറയും. ഹിസ് ബീയിങ് ലേറ്റ്, അവൻ്റെ. ഹിം ബീയിങ് ലേറ്റ് അല്ല, അവൻ്റെ ആ ലേറ്റ് ആയിട്ടുള്ള വരവ്. അപ്പോൾ നിങ്ങളൊരു ജെറണ്ട് കണ്ടാൽ അതിന് തൊട്ട് മുന്നേ ഉള്ള പ്രോനൗൺ എപ്പോഴും പൊസസീവ് ഫോമിൽ കൊടുക്കണം. അത് ശ്രദ്ധിച്ചോണം. അതാണ് നമ്മുടെ പോയിന്റ്. ഓക്കെ, അതുകൊണ്ട് ഹിസ് ലോക്കിംഗ് അപ്പ് ദ ഗേറ്റ്, അവൻ്റെ ലോക്കിംഗ്, അത് ഞാൻ കണ്ടു. ഓക്കെ, അപ്പോൾ അവൻ ഓൺ ദ സ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നു, അവൻ്റെ ലോക്കിംഗ് എന്നാണ്. അപ്പോൾ അവൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഹിസ് ലോക്കിംഗ്. അപ്പോൾ ഇവിടെ നോ എററാണ്. ഓക്കെ, ഒരു ഓപ്ഷൻ ഇ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോ എറർ എന്ന ആൻസറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഞാൻ 5ാമതോടെ കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. I visited Anne's and Deepak's house and found the couple missing. Come on. പറയൂ. I visited Anne's and Deepak's house and found the couple missing. ശരിക്കും ആരുടെ വീട്ടിലാണ് പോയത്? ആൻ്റെയും ദീപക്കിൻ്റെയും വീട്ടിലാണ് പോയത് അല്ലേ? ആൻ്റെയും ദീപക്കിൻ്റെയും വീട്ടിലാണ് പോയത്. അപ്പോൾ മൊത്തം എത്ര വീടുകളുണ്ട്? ഒറ്റ വീടേ ഉള്ളൂ. ആനും ദീപക്കിനും കൂടെ ഒറ്റ വീടേ ഉള്ളൂ അല്ലേ? വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കപ്പിൾ ഇല്ല, ആനും ഇല്ല, ദീപക്കും ഇല്ല. അപ്പോൾ 2 പേർ കൂടെ ചേർന്ന് ഒരു വീടാണെങ്കിൽ പിന്നെ എന്തിനായി ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് അപ്പോസ്ട്രോഫി എസ് കൊടുക്കുന്നത്? രണ്ടാമത്തെ ആളുടെ കൂടെ അപ്പോസ്ട്രോഫി എസ് കൊടുത്താൽ മതി. മനസ്സിലായോ? രണ്ടാമത്തെ ആളുടെ കൂടെ അപ്പോസ്ട്രോഫി എസ് കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഐ വിസിറ്റഡ് ആൻ ആൻഡ് ദീപക്സ് ഹൗസ്. അപ്പോൾ ആൻ ആൻഡ് ദീപക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ മീൻ ചെയ്യുന്നത് എന്താണ്? രണ്ടാമത്തെ ആൾ. ആ രണ്ടാമത്തെ ആളുടെ കൂടെ അപ്പോസ്ട്രോഫി എസ് കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ 2 പേർക്കൂടെ കോമൺ ആയിട്ട് ഒരു വീട് എന്നാണ്. ഓക്കെ, 2 പേർക്കൂടെ ചേർന്ന് ഒരു വീടാണ്. ഇപ്പോൾ എക്സ് ആൻഡ് വൈ. ഓക്കെ, 2 പേർക്കൂടെ ഒറ്റ വീടാണെങ്കിൽ ആ രണ്ടാമത്തെ സബ്ജക്റ്റിൻ്റെ കൂടെ അപ്പോസ്ട്രോഫി എസ് കൊടുക്കുന്നത്. അപ്പോൾ എക്സ് ആൻഡ് വൈസ് ഹൗസ്, മൊത്തത്തിൽ ഒറ്റ വീടേ ഉള്ളൂ. 2 പേർക്കും സെപ്പറേറ്റ് വീടുകളുണ്ടെങ്കിൽ എക്സിൻ്റെയും വൈയുടെയും എന്ന് വരും. 2 അപ്പോസ്ട്രോഫി എസ് വരും. 2 വീടുകളും ഉണ്ട്, ഹൗസസ് എന്ന് വന്നേനെ. മനസ്സിലായോ? അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഇവർക്ക് സെപ്പറേറ്റ് വീടുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 2 വീടുകളിലോട്ടും പോയിട്ട് കപ്പിൾ മിസ്സിംഗ് ആണെന്ന് പറയത്തില്ല. അവരേതെങ്കിലും ഒരു വീട്ടിലല്ലേ കാണുള്ളൂ അല്ലേ? ഒന്നെങ്കിൽ ആൻ്റെ വീട് അല്ലെങ്കിൽ ദീപക്കിൻ്റെ വീട്, എന്താണെങ്കിലും 2 പേർക്കും ചേർന്ന് ഒറ്റ വീടേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ രണ്ടാമത്തെ സബ്ജക്റ്റിൻ്റെ കൂടെ അപ്പോസ്ട്രോഫി എസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എറർ ഏത് പാട്ടിലാണ്? ബി പാട്ടിലാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, യെസ്. ഐ ഹോപ്പ് ഇത് അല്ലല്ല 2 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. ഇനി 2 ക്വസ്റ്റ്യൻസും കൂടെ ഉള്ളൂ കേട്ടോ, അതോടെ കഴിയും. ശരി, ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വാണ്ട് ദ ഫെസിലിറ്റീസ് ഓഫ് കാർ ആൻഡ് അക്കോമഡേഷൻ. ഇവിടെ എന്താണ് എറർ? എന്തെങ്കിലും എറർ ഉണ്ടോ? നോക്കിയിട്ട് പറയൂ. ഓക്കെ, ഏത് പാർട്ടിലാണ് എറർ എന്ന് പറയണേ. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വാണ്ട് ദ ഫെസിലിറ്റീസ്. അതായത് ഒരു ബോർഡുണ്ട്, ആ ബോർഡിനകത്ത് കുറേ ഡയറക്ടേഴ്സും ഉണ്ട്. അവർക്ക് എന്താ വേണ്ടത്? കാർ വേണം, അക്കോമഡേഷൻ വേണം, ഇതൊക്കെ അവർക്ക് വേണം. അപ്പോൾ ഡയറക്ടേഴ്സിനാണ് വേണ്ടതെങ്കിൽ എനിക്ക് പറയാം ഡയറക്ടേഴ്സ് വോണ്ട് ദ ഫെസിലിറ്റീസ് ഓഫ് കാർ ആൻഡ് അക്കോമഡേഷൻ എന്ന് പറയാം. അപ്പോൾ ഡയറക്ടേഴ്സ് സബ്ജക്റ്റ് പ്ലൂറലാ, വേർബും പ്ലൂറലാ. ഇത് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ബോർഡ്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ പാനലിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരു ഗ്രൂപ്പാണ്, കളക്റ്റീവ് നൗൺ ആണ്. പക്ഷേ എല്ലാവർക്കും ഒരു ആവശ്യമായതുകൊണ്ട് നമുക്ക് അവരെ സിംഗുലറായിട്ട് എടുക്കാം. അതുകൊണ്ട് ദ ബോർഡ് വോണ്ട്സ് എന്ന് വരും. ദ ബോർഡ് വോണ്ട്സ്. കാരണം ബോർഡിനകത്ത് ഇപ്പം 5 ഡയറക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. 5 പേർക്കും ഒരു ആവശ്യമാണ് അല്ലേ? അവർക്ക് ഒരു കോമൺ
ആവശ്യമാണ്, അതായത് കാറ് വേണം, അക്കോമഡേഷൻ വേണം, 5 പേരുടെയും ആവശ്യം സെയിം ആയതുകൊണ്ട് നമ്മൾ ആ ഒരു ബോർഡിൻ്റേതായിട്ടുള്ള ആ ബോർഡ് മാത്രമായിട്ട് എടുക്കും. അപ്പോൾ ആ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അത് യുനാനിമസ്ലി അവരുടെ എല്ലാവരുടെയും കൂടെ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു ഡിസിഷനാണ്. അവർക്ക് എല്ലാവർക്കും ഈ കാറും വേണം, അതേപോലെ തന്നെ അക്കോമഡേഷനും വേണം. മനസ്സിലായല്ലോ? അപ്പോൾ അവിടെ കളക്റ്റീവ് നൗൺ ആണെങ്കിലും അത് സിംഗുലർ ആയിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് വെർബും സിംഗുലർ ആണ്. ദ ബോർഡ് വോൺസ് എന്ന് വരും. ദ ബോർഡ് വോൺസ്. അപ്പോൾ എറർ എവിടെയാ? ബി പാർട്ടിലാണ് എറർ ബി പാർട്ടിലാണ്. ഓക്കെ, യെസ്. പിന്നെ അക്കോമഡേഷൻ്റെയൊക്കെ സ്പെല്ലിംഗ് ഒക്കെ നോക്കിക്കോണം. ചിലപ്പോൾ നമുക്ക് സ്പെല്ലിംഗ് ആയിരിക്കാം ചോദിക്കുന്നത്. അപ്പോൾ അക്കോമഡേഷനകത്ത് 2 സിയും 2 എമ്മും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. അടുത്ത ക്വസ്റ്റ്യൻ. ദിസ് ഇസ് എ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കം ഓൺ. ഓക്കെ. The officer as well as the clerks absented themselves from the office. The officer as well as the clerks. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും ഹായ് 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 ഹായ്. ഓക്കെ. ഓക്കെ. ദി ഓഫീസർ ആസ് വെൽ ആസ്. ഈ ആസ് വെൽ ആസ് കാണുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ? ആസ് വെൽ ആസ് കാണുമ്പോൾ നമ്മൾ എപ്പോഴും ആദ്യത്തെ സബ്ജക്റ്റ് അനുസരിച്ച് വേർബ് കൊടുക്കണേ. ആദ്യത്തെ സബ്ജക്റ്റ് അനുസരിച്ച്. ഈ ആദ്യത്തെ സബ്ജക്റ്റ് എന്തുവാ? ആരാ? ഓഫീസർ. ഓഫീസർ സിംഗുലർ അല്ലേ? അപ്പോൾ വേർബും സിംഗുലർ ആയിരിക്കണം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും വേർബ് ആബ്സെൻറ്റഡ് എന്നാ, പാസ്റ്റാ. അപ്പോൾ നമുക്ക് അവിടെ ഒന്നും പറയാനില്ല. ശരി. ഇനി ആ പ്രൂനൗൺ, അവിടെ എന്തെങ്കിലും പ്രൂനൗൺ ഉണ്ടെങ്കിൽ അതും ആ ആദ്യത്തെ സബ്ജക്റ്റ് അനുസരിച്ച് കൊടുക്കണം. അപ്പോൾ പിന്നെ ദെംസെൽവ്സ് എന്ന് വരുമോ? ഓഫീസർ അല്ലേ? നമ്മൾ നോക്കേണ്ടത് ആദ്യത്തെ സബ്ജക്റ്റാണ്. മനസ്സിലായോ? ആസ് വെൽ ആസ് കണ്ടാൽ അത് ആസ് വെൽ ആസ് അല്ല, വിത്ത് അല്ലെങ്കിൽ ലോങ് വിത്ത് ഇതുപോലത്തെ കണക്ടേഴ്സിനെ നിങ്ങൾ കാണുമ്പോൾ ഉണ്ടല്ലോ, ആദ്യത്തെ സബ്ജക്റ്റിന് അനുസരിച്ചായിരിക്കണം വേർബ് യൂസ് ചെയ്യേണ്ടത്. അഥവാ അവിടെ പ്രൂനൗൺ ഉണ്ടെങ്കിൽ ആ പ്രൂനൗണും ആദ്യത്തെ സബ്ജക്റ്റിന് അനുസരിച്ച് യൂസ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ സബ്ജക്റ്റ് ഇവിടെ ഓഫീസർ സിംഗുലർ ആയതുകൊണ്ട് വേർബ് സിംഗുലർ ആവണം. പക്ഷെ അവിടെ ആബ്സെൻറ്റഡ് എന്ന് തന്നിട്ടുണ്ട്, പാസ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്കൊന്നും മാറ്റാനില്ല. പിന്നെ ആ പ്രൂനൗണും എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അപ്പോൾ അവിടെ ദെംസെൽവ്സ് അല്ല, ഹിംസെൽഫ് എന്ന് വരണം. ഹിംസെൽഫ്. ദി ഓഫീസർ ആസ് വെൽ ആസ് ദ ക്ലർക്സ് ആബ്സെൻറ്റഡ് ഹിംസെൽഫ് ഫ്രം ദി ഓഫീസ്. അതെന്നെ അവിടെ ഒരു ഹിംസെൽഫ് വരാൻ കാരണം അതിൻ്റെ താരം ഈ ആബ്സെൻ്റ് ആണ്. അതായത് ആബ്സെൻ്റ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ചില വേർബ്സിൻ്റെ കൂടെ നമ്മൾ ആ സബ്ജക്റ്റിൻ്റെ റിഫ്ലക്ഷൻ കൊടുക്കണം. ചില വേർബ്സിൻ്റെ കൂടെ ആ സബ്ജക്റ്റിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ സെൽഫ് എന്നോ സെൽവ്സ് എന്നോ ആഡ് ചെയ്യണം. അപ്പോൾ അവിടെ നമ്മൾ ഏത് സബ്ജക്റ്റ് എടുക്കുന്നത്? ആദ്യത്തെ സബ്ജക്റ്റ് ഓഫീസർ അല്ലേ? അപ്പോൾ ഹി ആണ്. അതുകൊണ്ട് അവിടെ ഹിംസെൽഫ് എന്ന് വന്നു. അതൊരു ഫീമെയിൽ ആയിരുന്നെങ്കിൽ ഹെർ സെൽഫ് എന്ന് വന്നേനെ. ഇനി ക്വസ്റ്റ്യൻ തിരിച്ചായിരുന്നെങ്കിൽ ക്ലർക്സ് ആസ് വെൽ ആസ് ദി ഓഫീസർ എന്നായിരുന്നെങ്കിൽ ദെംസെൽവ്സ് എന്ന് വന്നേനെ. തെറ്റൊന്നുമില്ല. മനസ്സിലായോ? ദ ക്ലർക്സ് ആസ് വെൽ ആസ് ദി ഓഫീസർ ആബ്സെൻറ്റഡ് ദെംസെൽവ്സ് എന്ന് വന്നേനെ. ഓക്കെ. അപ്പോൾ ആ ചില വേർബ്സിൻ്റെ കൂടെ നമ്മൾ ഈ റിഫ്ലക്ഷൻ കാണിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു സെഷൻ. അപ്പോൾ ഈ ഒരു ഷോർട്ട് സെഷൻ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ താങ്ക് യു സോ മച്ച്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോൾ 4 ദിശയുടെ അക്കാഡമി ഉണ്ട്. ഒന്ന് തിരുവനന്തപുരം, ദെൻ കാലിക്കറ്റ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് കൊല്ലത്ത് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ആൻഡ് കൊട്ടാരക്കര. ഓക്കെ. സോ താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. താങ്ക് യു. എറർ സി പാട്ടിലാണ്. ഓക്കെ. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ ആൻഡ് ബൈ.